ഹായ് ഫ്രണ്ട്സ്, ചെറിയ ബഡ്ജറ്റിൽ കുറച്ച് തെങ്ങും കവുങ്ങും അതുപോലെ തന്നെ റബ്ബറൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടി പഞ്ചായത്ത് റോഡ് സൈഡിൽ ജസ്റ്റ് അതിന്നൊരു 5 മീറ്റർ ഈ വീതിയുള്ള വഴിയാണ് കേട്ടോ. ഇത് നേരെ ആ പ്രോപ്പർട്ടിക്കുള്ള വഴിയാണ് കേട്ടോ. 5 മീറ്റർ വഴി സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് കിടക്കുന്നത്. 2 ഏക്കർ 40 സെൻറ്റ് സ്ഥലം. ഇതാണ് അവിടെ നിന്ന് വഴി കാണില്ലേ, നമുക്ക് അവിടെ കാറ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു കാണുന്ന ഇത്രയും ദൂരത്താണ് കേട്ടോ ഈ ഒരു പ്ലോട്ട്, ഈ ഒരു വീട് നിൽക്കുന്ന ഇത്രയും ഡിസ്റ്റൻസ് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി ആയി. ഇത് കുറച്ച് ഇതാണ് ഒരു പോസ്റ്റ് കാണുന്നത്, അതിൻ്റെ ബൗണ്ടറിയാണ്. പിന്നെ ഇത് ഇവിടെ ഒരു ബൗണ്ടറി നേരെ 5 മീറ്റർ ഇങ്ങനെ കയറും. ഇവിടം തൊട്ടിട്ട് അങ്ങ് ലാസ്റ്റ് വരയ്ക്ക് എൻഡ് ഉണ്ട്. അങ്ങ് ലാസ്റ്റ് കാണില്ല, അതുവരയ്ക്ക് ലാസ്റ്റ് എൻഡ് പോവും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ വെച്ചാൽ കുറച്ച് ദൂരം കൂടി അങ്ങോട്ട്. അപ്പോൾ ഇതാണ് ഈ കമ്പിവേലി കൊടുത്തിരിക്കുന്ന, ഇതാണ് ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ ഇതിൻ്റെ ബൗണ്ടറി വരുന്നത് കേട്ടോ. ഇതിൽ ഏകദേശം പറയുകയാണെങ്കിൽ 30 കൂടുതൽ തെങ്ങുകളുണ്ട്. അതുപോലെ തന്നെ 75 കൂടുതൽ കവുങ്ങുകളുണ്ട്. റബ്ബർ ഒരു 120 റബ്ബറോളം ഉണ്ട്. തെങ്ങൊക്കെ നല്ല കായ്ഫലമുള്ള തെങ്ങുകളൊക്കെ തന്നെയാണ്. ഇനി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ചും കൂടി കിട്ടാനുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നല്ലൊരു മണ്ണാണ്, നല്ലൊരു ഏരിയ. ഇനി ഇവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു വീട് വെച്ച് അങ്ങനെ ഒരു തോട്ടം വെച്ച് നോക്കണം എന്നുള്ളവർക്കൊക്കെ പറ്റിയൊരു വലിയ ബഡ്ജറ്റിലല്ല, ചെറിയൊരു ബഡ്ജറ്റിലാണ് നമുക്ക് കിട്ടുന്നതും. ആ വീടിൻ്റെ ബൗണ്ടറി ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഏരിയ വരുന്നത്. പിന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് പതുക്കെ എടുത്തിട്ടുണ്ട്. കാരണം പലരും ദൂരത്തൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് കംപ്ലീറ്റ് കാണണം. ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്, ചിലവർക്കത് ഫാസ്റ്റായി പോകണം എന്നുള്ളവരുണ്ടാവും. പക്ഷേ വളരെ അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് എല്ലാം എടുത്ത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ബൗണ്ടറി ഇവിടെ ലാസ്റ്റ് വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് ഫെൻസിങ് ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കും ഭാഗം. ബാക്കി അപ്പുറത്തും ഇപ്പുറത്തുള്ളതല്ല. നമ്മൾ ഫസ്റ്റ് തൊട്ട് വീടം വരെ വെച്ചാൽ മൊത്തം ഈ ഏരിയ ക്ലീൻ ചെയ്ത് കാണുന്നില്ലേ. ഇപ്പോൾ ഇതാണ് കമ്പിവേലി കാണുന്നത് കേട്ടോ, ഇതിൻ്റെ പോസ്റ്റ് ഇതാ. അപ്പോൾ ഈ നീളത്തിൽ ഇതിന് പ്ലോട്ട് ചെയ്ത് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ കറക്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആ കാണുന്നത് കിഴക്ക് ഭാഗമാണ്. അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് കൂടി നമ്മൾ 5 മീറ്റർ വഴി വന്ന് നേരെ അങ്ങോട്ടേക്ക് ഇട്ടുകയാണെങ്കിൽ സ്ട്രെയിറ്റ് മേലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു കയറ്റം ഉണ്ട് മേലേക്ക്, ചെറിയൊരു കയറ്റം. അത് നമുക്ക് നിരപ്പാക്കിയിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ തട്ടായിട്ട് 3 തട്ടായിട്ട് കൊടുക്കുകയും ചെയ്യാം. അതാണ് ആ ഒരു ഭാഗം അവിടെ തേങ്ങയൊക്കെ പൊതിച്ചിട്ടാണ്. അത്യാവശ്യം നല്ല കായ്ഫലമുള്ള തെങ്ങുകൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇടയിലൂടെ ഒരു റോഡും കൂടി കൊടുത്താൽ എല്ലാ പ്ലോട്ടും വന്നിട്ട് നമുക്ക് കിഴക്ക് ഫേസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഇനി ഒരു പാർട്ടിക്ക് എടുത്തിട്ട് അവർക്കൊരു വീടും കാര്യമൊക്കെ വെച്ചിട്ട് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെയാണെങ്കിൽ അതിനും പറ്റും. അത്യാവശ്യം നല്ല പാലൊക്കെ കിട്ടുന്ന റബ്ബർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ ഏരിയയിലൊക്കെ അധികം ഉള്ളത് കവുങ്ങും തെങ്ങുകളാണ്. ഈ ഒരു ഫസ്റ്റും സെക്കൻഡും തട്ടിൽ കൂടുതലായിട്ടുള്ളത് കവുങ്ങും തെങ്ങുകളാണ്. മൂന്നാമത്തെ തട്ടിൽ വന്നിട്ട് ഫുള്ളായിട്ടുള്ളത് റബ്ബറാട്ടോ. ഇവിടെ ഇതിലും കുറച്ച് റബ്ബറുള്ളൂ, പക്ഷെ ഇതിന് മേലേക്ക് അല്ല, റബ്ബറൊക്കെ നല്ല പാല് കിട്ടുന്ന റബ്ബർ തന്നെയാണ്. അതാണ് നമുക്ക് കോമ്പൗണ്ട്. അത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് വരയ്ക്കും. ഈ ഒരു തട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് മേലേക്ക് കാണിക്കാം, അവിടെ മൊത്തം റബ്ബറാണ് വരുന്നത്. ഈ 2 തട്ടുകളിൽ മാത്രമേ ഇതുള്ളൂ. കണ്ടില്ല, തെങ്ങൊക്കെ നല്ല അത്യാവശ്യം നല്ല കായ്ഫലമുള്ള തെങ്ങുകൾ തന്നെയാണ്. ഒന്നും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് തടമൊക്കെ എടുത്ത് എടുക്കുകയാണെങ്കിൽ ഇനി ഇതിലും കൂടുതൽ കായ് കിട്ടാനുള്ള ഇതുണ്ട്. പിന്നെ നല്ല മണ്ണാണ്. പിന്നെ ഇതിൻ്റെ നമ്മൾ ഏറ്റവും മൂന്നാമത്തെ തട്ട് കഴിഞ്ഞാക്കി ഫോറസ്റ്റ് ഏരിയ വരുന്നത് ലാസ്റ്റ് ഏരിയ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് വന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഒരു കുളം പോലൊരു ഏരിയ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം അവിടെ നിന്ന് നമുക്ക് സുഭിക്ഷമായിട്ട് വെള്ളം വരുന്നത്. അതിപ്പോൾ വേനൽക്കാലത്ത് എങ്ങനെയാണെന്ന് അറിയില്ല ആ ഭാഗത്ത്, പക്ഷെ ഇവിടെ വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ്. പക്ഷെ ആ ഒരു ഏരിയയിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ കാണാൻ പറ്റും. ഒരു പാറമടയിലൊക്കെ ഒരു ഇതുണ്ടാവില്ലേ, കുളം പോലെ, അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്, നമുക്ക് കാണാം കേട്ടോ. അങ്ങോട്ടേക്ക് മേലെ ഇതൊരു ചെറിയൊരു കുന്നും പാറക്കെട്ട്, ഇതൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ പെടുന്നുണ്ട്. ഇവിടെ നിന്ന് മൊത്തം ഇനി റബ്ബർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ വീഡിയോയിൽ മൊത്തത്തിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്, കാരണം ചിലവർക്കൊക്കെ ഞാൻ ഫസ്റ്റേ പറഞ്ഞ പോലെ ഫുള്ളായിട്ടൊന്ന് കാണണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ മൊത്തത്തിലൊന്ന് ലാഗ് ചെയ്ത് പോയിരിക്കുന്ന. ലാഗിന് ആരും കുറ്റം പറയണ്ട. പിന്നെ ഇതാണല്ലേ മൊത്തം ഈ ഭാഗത്ത് മൂന്നാമത്തെ തട്ടായി ഇവിടെ മൊത്തം റബ്ബറാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ളത് ഫുള്ള് റബ്ബറാണ്, കാണാനല്ലേ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം നല്ല പാലെടുക്കുന്നത്. ഏകദേശം 120 കൂടുതൽ റബ്ബർ ഈ ഭാഗത്തെല്ലാം ഉണ്ട്. ചെറിയൊരു കണക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ചെറിയൊരു പാറൻ്റെ ഒരു ഭാഗമുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ മാത്രമായിട്ട് കുറച്ച്. പിന്നെ അങ്ങോട്ടേക്ക് ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് ഏരിയ. പിന്നെ ഈ പ്രോപ്പർട്ടി നമ്മൾ ഹൈവേന്ന് നോക്കുകയാണെങ്കിൽ പാലക്കാട് കോഴിക്കോട്, ഇപ്പം മുണ്ടൂരിൽ നിന്ന് കല്ലടിക്കോട് പോകുന്ന റൂട്ട്, ആ ഹൈവേന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ. ഇത് നമ്മൾ
മൈലമ്പുള്ളി ജംഗ്ഷൻ്റെ ഒക്കെ ആ ഭാഗത്ത് നിന്ന് വന്നിട്ട് നമുക്കൊരു 1 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടുന്നത്. അതുപോലെ തന്നെ ഒലവക്കോട് ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു 15 കിലോമീറ്റർ അത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. കല്ലടിക്കോട് ജംഗ്ഷൻ്റെ അവിടെ നിന്നാണെങ്കിൽ നമുക്കൊരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇനി KSRTC പാലക്കാട് നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 20 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതാണല്ലേ ഈ പുല്ല് വെട്ടിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രയും വരെ നമ്മുടെ പ്രോപ്പർട്ടിയാണ് വരുന്നത്. ഇതെവിടെ നമുക്ക് കല്ല് കാണാം ആണല്ലേ. ഇവിടെ നിന്ന് മേലേക്ക് ഈ ഭാഗം മൊത്തം റബ്ബർ തന്നെയാണ്. താഴത്തേക്ക് നോക്കിയാന്ന് വെച്ചാൽ നമുക്ക് തെങ്ങും കവുങ്ങുമായിട്ടുള്ള ബാക്കി പോർഷൻ താഴത്തുണ്ട്. ഇവിടെ ടെമ്പററി ആയിട്ടൊരു ഷെഡ് വിരിച്ച് വെച്ചിരിക്കുക കേട്ടോ. ആ റബ്ബറിൻ്റെ പാലൊക്കെ എടുക്കാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ടെമ്പററി ഷെഡാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു പൊസിഷനിൽ നല്ലൊരു വീടും കെട്ടിയിട്ട്, കാരണം പഞ്ചായത്ത് റോഡിൽ നിന്ന് ജസ്റ്റ് നിയറസ്റ്റ് ആയിട്ട് തന്നെ കിടക്കുന്നത്. അപ്പോൾ യൂസ് ചെയ്യാൻ ഒരു ഫാം സെറ്റപ്പ് ആയിട്ട് ഇരിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടി തന്നെയാണ്. ഒരു ചെറിയൊരു ടൈപ്പിൽ, കാരണം ഇതിൻ്റെ ഓണർ ഇതിനെ ചോദിച്ചിരിക്കുന്നത് 70,000 റുപ്യാണ് സെൻറ്റിന്. അത് നെഗോഷ്യബിളുമാണ്. നല്ല ഒരു ചെറിയൊരു സ്ലോപ്പ് ഇങ്ങനെ കയറി പോകുന്നുണ്ട് മൊത്തത്തിൽ. ഇതാണ് നമ്മുടെ 3ാമത്തെ തട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള റബ്ബറാണ് കേട്ടോ. അത് ആ കാണുന്ന പോസ്റ്റ് കണ്ടോ, ആ പോസ്റ്റാണ് നമുക്ക് ആ ബൗണ്ടറി വരുന്നത്. നമ്മൾ താഴത്തുനിന്ന് കണ്ടപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ. അപ്പോൾ അത്രയും ഈ ഒരു ഡിസ്റ്റൻസ് ഇതിലിപ്പോൾ ഈ നമ്മൾ നടന്നു പോകുന്ന വഴി കൂടെ ഇപ്പോൾ പ്ലോട്ട് തിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ നടന്നു പോകുന്ന വഴിക്ക് ഒരു 5 മീറ്റർ റോഡും സെൻറ്ററിൽ ഒരു 5 മീറ്റർ റോഡും കൊടുക്കും. കാരണം ഇത് ഫേസ് ചെയ്യുന്നത് കിഴക്കാണ്. ഈ പ്ലോട്ടിങ് ഈ സൈഡ് കൊടുത്തു തന്നെ റോഡ്. അപ്പോൾ അതിലും എല്ലാ പ്ലോട്ടും വന്നിട്ട് നമുക്ക് കിഴക്ക് ഫേസ് ചെയ്തിട്ട് തന്നെ പ്ലോട്ട് കൊടുക്കും. കാരണം നമ്മൾ ഒരുപാട് പേര് ചോദിക്കുമ്പോൾ പ്ലോട്ട് ചോദിക്കുന്നതൊക്കെ കിഴക്ക് ഫേസ് ചെയ്ത് കിട്ടുമോ അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അതുപോലെ വില്ല പ്രോജക്റ്റ് ചെയ്യുന്നവർക്ക്, വീടൊക്കെ കെട്ടിക്കൊടുക്കാൻ ചെറിയ ബഡ്ജറ്റിലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പറ്റിയൊരു ഏരിയ തന്നെയാണ്. നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ ലാൻഡ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കിട്ടുന്നത് നമുക്കൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ 5 മീറ്റർ വഴി നേരെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആക്കി സെറ്റ് ചെയ്തിട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ ഇത് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ഇതുവരെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഇതുള്ളത് കേട്ടോ. ഇതുവരെ നമ്മുടെ പ്രോപ്പർട്ടി ബൗണ്ടറി വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ ആണ്. നമ്മൾ ആദ്യമേ പറയണം, വീഡിയോ തന്നെ പറയണം, ഇതിൻ്റെ ഈ ബാക്ക് ഭാഗം വന്നിട്ട് ഫോറസ്റ്റ് ഏരിയ വരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് അത് താല്പര്യമുള്ളവർ മാത്രം വന്നെടുത്താൽ മതി. ഇവിടെ നമുക്കൊരു വെള്ളത്തിൻ്റെ സോഴ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു കുളത്തിൻ്റെ ഏരിയ കണ്ടല്ലോ, ഒരു കുളം ഫുള്ളായിട്ട് വെള്ളമാണത്. അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. 2 ഏക്കർ 40 സെൻറ്റ് സ്ഥലം. നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ ആദായം കിട്ടുന്ന പോലെ തെങ്ങ്, കവുങ്ങ്, റബ്ബർ എല്ലാം ഉണ്ട്. പാലക്കാട് കോഴിക്കോട് ഹൈവേ എന്നാണെങ്കിൽ വെറും 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രം ഡിസ്റ്റൻസേ ഉള്ളൂ. അതുപോലെ തന്നെ ഒലവക്കോട് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് വെറും 15 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട പ്രോപ്പർട്ടി. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക. നമ്മളതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ടേക്ക് കെയർ, ലവ് യു.